നമസ്കാരം. ഇപ്പോൾ നടക്കുന്ന യുദ്ധം അതിൻ്റെ മൂലകാരണം, ആ യുദ്ധം ഉണ്ടാകാനുള്ള മൂലകാരണം ഇസ്രായേലാണ്. ഇസ്രായേലാണ് ഈ യുദ്ധത്തിൻ്റെ ഗോതയിലേക്ക് അമേരിക്കയെ പിടിച്ചു തള്ളുന്നത്. അതിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് അതോ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ബുദ്ധിപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അസ്ത്രശസ്ത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള യുദ്ധമല്ല വാസ്തവത്തിൽ നടക്കുന്നത്. പ്രധാനമായിട്ടും അമേരിക്കയുടെ കണ്ണിനെയും കാതിനെയും മനസ്സിനെയും ബുദ്ധിയെയും തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇറാൻ. ഓരോ ദിവസം കഴിയും തോറും ഇറാൻ കൂടുതൽ കരുത്താർജിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും കൂടി ഒരുമിച്ച് നിന്ന് മെയ്യോട് മെയ് ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ തിരിച്ചടിയാകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചടിയാകുന്നത് അമേരിക്കൻ ഭരണകൂടത്തിനാണ്. ഇസ്രായേലിൻ്റെ പ്രതിരോധം ശക്തമായിട്ട് തുടരുന്നതോടൊപ്പം അമേരിക്കയ്ക്കുള്ളിലെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അത് വർദ്ധിച്ചു വരികയാണ്. ഒരു യുദ്ധവുമില്ലാത്ത ഒരു ഭൂമി, അതാണ് എൻ്റെ സ്വപ്നമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ട്രംപ് കയറി അന്ന് മുതൽ ഇന്നത്തെ ദിവസം വരെ യുദ്ധക്കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ അതിന് വരുന്ന വലിയ സാമ്പത്തിക നഷ്ടം, ഒരു ലാഭവുമില്ലാത്ത നഷ്ടം. കാരണം നശീകരണ പ്രക്രിയയാണല്ലോ യുദ്ധങ്ങൾ. ആയതുകൊണ്ട് തന്നെ ട്രംപ് ഭരണകൂടത്തിൻ്റെ മേലെ സമ്മർദ്ദം ഇരട്ടിക്കുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്, വിദഗ്ധരുണ്ട്. അവരുടെ വിലയിരുത്തലുകൾ പ്രകാരം യുദ്ധം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്രപരമായിട്ടും യുദ്ധതന്ത്രപരമായിട്ടുമുള്ള പരാജയങ്ങളിൽ ഒന്നാകാനാണ് സാധ്യത കാണുന്നത്. വിയറ്റ്നാമിലും ഇറാഖിലും സംഭവിച്ച നാണക്കേടിൻ്റെ അപ്പുറമുള്ള നാണക്കേട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടത്തിന് ഇപ്പോൾ അതൊരു വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്. അവർക്ക് വലിയ വിനാശകരമായിട്ടൊരു അനുഭവമായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഖത്തറിൽ ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ രാഷ്ട്രീയ നിരീക്ഷകൻ മുഹമ്മദ് എൽ മാസ്രിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അമേരിക്കയെ യുദ്ധത്തിലേക്ക് നിർബന്ധപൂർവ്വം തള്ളിയിട്ടത് ഇസ്രായേലാണ്. ഇങ്ങനൊരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറില്ലായിരുന്നത്രേ. ഏതായാലും അമേരിക്കയെ പിടിച്ചു വലിച്ച് ആപത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ആ തോന്നലാണ് ഇപ്പോൾ അമേരിക്കയിലെ ഭരണകൂടത്തിനും അമേരിക്കയിലെ പ്രജകൾക്കും പൗരന്മാർക്കും ആ ഒരു തോന്നൽ ശക്തമായിട്ട് വരികയാണ്. ഈ മുഹമ്മദ് എൽ മാസ്രിയെ ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ രാഷ്ട്രീയ നിരീക്ഷകൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് അൽ ജസീറ TV-യാണ്. അമേരിക്കൻ ജനതകൾ അവരുടെ ഭരണകക്ഷിയായിട്ടുള്ള റിപ്പബ്ലിക്കൻ ക്യാമ്പുകൾ അവിടെ പോലും ഈ യുദ്ധത്തോട് കടുത്ത അതൃപ്തിയാണ് നിലനിൽക്കുന്നത്. തുടക്കം മുതലേ ഈ യുദ്ധത്തോട് കടുത്ത അതൃപ്തിയാണ് നിലനിൽക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ
മുമ്പുണ്ടായിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ചുള്ള സർവേകൾ അതൊന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് ഏറ്റവും ജനപ്രീതിയില്ലാത്ത ഏറ്റവും നാശകരമായിട്ടുള്ള അവിവേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അരുതാത്ത യുദ്ധമായിരുന്നു. അങ്ങനെയാണ് ഈ സൈനിക നീക്കം വിലയിരുത്തുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ വലിയൊരു തോതിൽ പെടാപ്പാടുപെടുകയാണ് ചെയ്യുന്നത്. യുദ്ധം അമേരിക്കൻ ജനതയുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. യുദ്ധം എവിടെയോ നടക്കുന്നു. ആയതുകൊണ്ട് തന്നെ യുദ്ധത്തിലെ പ്രയോഗങ്ങൾ, അസ്ത്രങ്ങളോ ശസ്ത്രങ്ങളോ അതൊന്നും അമേരിക്കയെ ശല്യപ്പെടുത്തുന്നില്ല. ഇറാനും അമേരിക്കയും ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കെടുതികൾ നേരിട്ട് നമ്മളും അനുഭവിക്കുന്നില്ല. നമ്മൾ യുദ്ധത്തിന് പങ്കാളികളല്ല. പക്ഷേ നമ്മുടെ വീട്ടമ്മമാർ പോലും അനുഭവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഗ്യാസ് കിട്ടാനില്ല. ഇനി ഗ്യാസ് കിട്ടിയാൽ തന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഗ്യാസിൻ്റെ വില എവിടേക്ക് കുതിച്ചു കയറുന്നു പറയാൻ കഴിയില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. ഈ ഒരവസ്ഥ അമേരിക്കയ്ക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെ ഒരു ഇന്ധനം കുഴിച്ചെടുക്കുന്ന സ്ഥലമല്ലാതെ, പെട്രോളിയം കുഴിച്ചെടുക്കുന്ന സ്ഥലമല്ലാതെ, പെട്രോളിയം ശുദ്ധീകരണശാല പോലും ഇല്ലാത്തൊരു സ്ഥലമായിട്ടാണ് കേട്ടത്. ചെറിയ ചെറിയ ശുദ്ധീകരണശാല ഉണ്ടാവും. ഇപ്പോൾ അംബാനിയാണെന്ന് തോന്നുന്നു, അത് അദാനിയാണെന്ന് അറിയില്ല, ഒരു എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത് വന്നിരിക്കുകയാണത്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതും വേവലാതിപ്പെടുന്നതും ഇന്ധനക്ഷമതയുടെ കാര്യത്തിലാണ്. അപ്പം അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു റിഫൈനറി അമേരിക്കയിൽ തന്നെ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ത്യയിലെ റിലയൻസ് ആണെന്ന് തോന്നുന്നുണ്ട് അവർ. യുദ്ധം ആരംഭിച്ചതിന് ശേഷം രാജ്യത്ത് പെട്രോൾ വിലയിൽ 20% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യമാണ്. ആ വർധനവ് അങ്ങേയറ്റം അവർ വീട്ടിനകത്ത് റൊട്ടി ഉണ്ടാക്കുമ്പോഴും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ വിലക്കയറ്റം പോലും ബുദ്ധിമുട്ടുന്ന അമേരിക്കൻ പൗരന്മാർക്കിടയിൽ ഈ ഇന്ധനവില വർധനവ് കടുത്ത പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഭദ്രത തകരുന്നതോടുകൂടി ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനരോഷം കൂടുതൽ ശക്തമാകും. അത് സ്വാഭാവികമാണ്. ഇറാൻ കൂടുതൽ കരുത്താർജിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുവരുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യങ്ങൾ പരാജയപ്പെടുകയാണ്. അത് അസ്ത്രങ്ങൾ ചെയ്യുന്നതും ശസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള പരാജയം മാത്രമല്ല, സാങ്കേതിക മികവ് അവിടെയും പരാജയപ്പെടുകയാണ്. റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കാതായി വന്നു. തന്ത്രങ്ങളുടെ പ്രയോഗം, തന്ത്രങ്ങൾ സ്വരുക്കൂട്ടുന്നതിൻ്റെയും അതിനെ പ്രയോഗവൽക്കരിക്കുന്നതിൻ്റെയും പോരായ്മ, അതും അവരെ പരാജയപ്പെടുന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. ഈ പോരാട്ടങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും ഒടുവിൽ ഇറാൻ ഭരണകൂടം ഈ യുദ്ധം എപ്പോൾ നിൽക്കുന്നുവോ അത് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും, യുദ്ധം തുടങ്ങിയിടത്തു നിന്ന് ഇറാൻ ബഹുദൂരം മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലായിട്ട്. ഇറാനും ഓസ്ട്രേലിയയും ഇറാനും ഇസ്രായേലും നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇത്രയായിട്ട് പോലും ഇറാൻ ഭരണകൂടം തകരാതെ പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമൈനി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും യാതൊരു വിധത്തിലുള്ള മുന്നേറ്റത്തിനും ഒരു ഭംഗവും വരാതെ കാര്യങ്ങൾ നടത്തുകയാണ് അവിടെ ഇറാനിൽ. ഈ പോരാട്ടങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും ഒടുവിൽ ഇറാൻ ഭരണകൂടം കൂടുതൽ കരുത്താർജിക്കും യുദ്ധം കഴിയുമ്പോൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആണവായുധം സ്വന്തമാക്കാൻ അവർ മുൻപത്തേക്കാൾ വേഗത്തിൽ ശ്രമിക്കുമെന്ന് സാരം.
വെളുക്കാൻ തേച്ചത് പാണ്ടായി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. തങ്ങൾക്ക് മാത്രമാണ് ആണവായുധം കയ്യിൽ വയ്ക്കാനുള്ള അവകാശമുള്ളൂ, മറ്റാർക്കും അതില്ല. പ്രത്യേകിച്ചും ഇറാൻ അങ്ങനൊരു അവകാശമില്ല. അതിൻ്റെ പേരിലാണ് യുദ്ധം തുടങ്ങി വെച്ചത്. പക്ഷെ യുദ്ധം കഴിയുന്ന സമയത്ത് കൂടുതൽ ആവേശത്തോടുകൂടി, കൂടുതൽ ഊറ്റത്തോടു കൂടിയിട്ട്, കൂടുതൽ വേഗതയോട് കൂടിയിട്ട് ആണവായുധം സ്വന്തമാക്കാൻ ഇറാൻ ശ്രമിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. ലക്ഷ്യങ്ങൾ, അവർ കണ്ടുവച്ച ലക്ഷ്യങ്ങൾ, അതിൻ്റെ ടാർഗറ്റ് ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ, നേടാനാകാതെ വലിയ സാമ്പത്തിക നഷ്ടങ്ങളും ഒപ്പം ലോകരാജ്യങ്ങളുടെ വിമർശനങ്ങളും നേരിട്ടതിന് ശേഷം ഈ യുദ്ധം ഒരു വലിയ വിജയമാണെന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള പാഴ്വേല അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ്. ഇറാൻ നിരുപാധികം കീഴടങ്ങണം, മാപ്പ് പറയണം, കാല് തൊട്ട് വണങ്ങണം, യുദ്ധം നാളെ അവസാനിക്കും, മറ്റന്നാൾ അവസാനിക്കും. ഈ രീതിയിൽ നമ്മളുടെ ഭാഗത്ത് ഇപ്പോഴും ഉജ്ജ്വലമായിട്ട് നിൽക്കുകയാണ്, അവർ വീണുകൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്കൻ ജനതയെ ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതൊരു വഴിക്ക് നടക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം അമേരിക്കയുടെ ആഗോള നയതന്ത്ര തലത്തിൽ സൃഷ്ടിക്കുന്ന ഒരു വലിയ വിള്ളലുകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കയെ എങ്ങനെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും പ്രതിസന്ധിയിലാക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു ദിവസത്തെ ചെലവ് 8,000 കോടിയോ മറ്റോ ആണ് പറഞ്ഞു കേൾക്കുന്നത്, കോടി രൂപയാണ്. ഏതായാലും ലോകരാഷ്ട്രീയത്തിലെ പുതിയ മാറ്റങ്ങൾ, യുദ്ധവിവരങ്ങൾ, ഈ യുദ്ധം മുഖേന ലോകരാഷ്ട്രീയത്തിൻ്റെ ക്രമത്തിൽ അഥവാ ലോകക്രമത്തിൽ ഇന്ന് കാണുന്ന ക്രമത്തിൽ വലുതായിട്ടുള്ള വ്യത്യാസം വരുന്നുള്ള കാര്യം ഇപ്പോഴേ ഉറപ്പായി. സാധാരണ ലോകമഹായുധങ്ങളാണ് ലോകക്രമത്തെ മാറ്റിവെക്കുക. പക്ഷേ ഈ യുദ്ധവും ആ രീതിയിൽ മാറ്റം കാരണം ഇത് ഏതൊരു രാഷ്ട്രത്തോട് മറ്റൊരു രാഷ്ട്രം ചെയ്യുന്ന യുദ്ധമല്ല. ഈ യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ പിന്നെ ഒരു ബേസ് അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. പശ്ചിമേഷ്യയിൽ അറേബ്യൻ കൺട്രികൾ ഇനി കാര്യങ്ങൾ നിസ്സാരമല്ലെന്ന് കണ്ട് വളരെ ആസൂത്രിതമായിട്ട് അവരുടെ ശക്തിയെ മേൽക്കയറ്റാൻ ശ്രമിക്കുന്നുള്ള വേറൊരു കാര്യം. ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ യുദ്ധം ഉടനടി നിൽക്കാനുള്ള സാധ്യതകളല്ല കാണുന്നത്. ഉടനടി നിൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അങ്ങനെ സംഭവിക്കണമെങ്കിൽ വലുതായ രീതിയിലുള്ളൊരു സന്ധി സംഭാഷണമെങ്കിലും നടക്കണം. അതിന് UN ഇടപെടണം, റഷ്യ ഇടപെടണം, ചൈന ഇടപെടണം. ഏതോ ഒരു പൊട്ടൻ അയാൾ പ്രസവിച്ച അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നോക്കി ഈ വിരൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അയാളുടെ വിരൽ ഈ വിരലിൽ നിന്ന് വിടുത്താൻ പറ്റില്ല. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വന്ന് ചോദിച്ചു, വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വന്ന് ചോദിച്ചു. ഇങ്ങനെ അയാൾ പറയുകയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരൊറ്റ ഫോൺ കോൾ ചെയ്താൽ ഇസ്രായേലും അമേരിക്കയും അപ്പം യുദ്ധം നിർത്തുന്നു. അപ്പോൾ ഈ വിരലിങ്ങനെയാണ് കേട്ടോ. അയാൾക്ക് ഈ വിരലും പ്രസവത്തിൽ കൂടിച്ചേർന്ന് പോയതാ, അത് വിടർത്താൻ പറ്റില്ല. അങ്ങനെ ചില പൊട്ടന്മാർ. ഇന്ത്യയിൽ ചില വലതുപക്ഷ രാഷ്ട്രീയ സംഘടനകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചാനലുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പത്രങ്ങൾ മോഡി എന്ന് പറയുന്ന 85-86 കിലോ തൂക്കമുള്ള മനുഷ്യനെ അവരുടെ PR വർക്ക് മുതൽ, കൂട്ടം ചേർന്നുള്ള PR വർക്ക് മുതൽ മറ്റൊന്നാക്കി തീർക്കുകയാണ്. ഹിമാലയം പോലെ വലുതായിട്ടൊരു മനുഷ്യൻ. ഒരിക്കൽ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ, അത് DK ബറുവയാണെന്ന് തോന്നുന്നുണ്ട്, അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യ എന്നാൽ ഇന്നലെയാണ്, ഇന്നലെ എന്നാൽ ഇന്ത്യയാണ്. ആ രീതിയിലുള്ള വിദൂഷക വൃന്ദം ഇവിടെയും വലിയ രൂപത്തിൽ ഈ നരേന്ദ്രമോദിയുടെ ഒപ്പമുണ്ട് എന്നുള്ള തെളിവാണ്. നരേന്ദ്രമോദി ഒരൊറ്റ ഫോൺ കോൾ നടത്തിയാൽ മതി. ഒറ്റ ഫോൺ കോൾ നടത്തി കഴിഞ്ഞാൽ
യുദ്ധം നിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിജി ഒരു ഫോൺ കോൾ ചെയ്യൂ കേട്ടോ. അതിന് വലിയ ചിലവൊന്നുമില്ല, ഏറി വന്ന 10 രൂപ, സ്റ്റോപ്പ് ദ വാർ എന്ന് പറഞ്ഞാൽ മതി. അവരങ്ങോട്ട് കിട്ടുകിടും തന്നെ മറയ്ക്കും. വിശ്വഗുരു അല്ലേ പറയുന്നത്. നമസ്കാരം.